ഇന്ന് ആലപ്പുഴയിലേക്കാണ്. അമ്പലപ്പുഴയിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ജലസംഭരണി ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുകയാണ്. 14.5 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ജലസംഭരണിയാണ് നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ലാതെ പോകുന്നത്. 2023-ലാണ് ജലസംഭരണി ഉദ്ഘാടനം ചെയ്തത്. ഇതുവരെ അതൊന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. SS ശരത്തിന്റെ റിപ്പോർട്ട് കാണാം. ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് കുടിവെള്ളമാണ്. പലപ്പോഴും പലയിടങ്ങളിലും കുടിവെള്ളമില്ല എന്നുള്ള പരാതി നമ്മൾ നിത്യേന കേൾക്കാറുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലാണ്. ഈ കാണുന്ന ജലസംഭരണിയുടെ അവസ്ഥയാണ്. അതായത് 2 വർഷം മുൻപെയാണ് ഇങ്ങനെ ഒരു ജലസംഭരണി ഇവിടെ നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തന്നെ 2 വർഷമായി. കോടികൾ മുടക്കിയാണ്, അതായത് 14.39 കോടി മുടക്കി നിർമ്മിച്ചൊരു ജലസംഭരണിയാണ് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ ഉപയോഗമില്ലാത്ത രീതിയിൽ നശിക്കുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, മനോഹരമായ ഒരു ജലസംഭരണിയാണ്. ആ രീതിയിൽ പെയിന്റ് അടിച്ചിട്ട് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കാട് പിടിച്ച് ഒരാൾക്കും ഉപകാരമില്ലാത്ത രീതിയിൽ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറയുന്ന കുടിവെള്ളം, ആലപ്പുഴയിൽ ഈ ചുറ്റുപാടും വെള്ളമുണ്ടെങ്കിലും കുടിവെള്ളം എന്ന പ്രശ്നം ജനങ്ങളെ പൊതുവെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ രീതിയിൽ അത്രത്തോളം പ്രശ്നമുള്ള ആലപ്പുഴയിലും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും ഒപ്പം സമീപത്തുള്ള പഞ്ചായത്തിലും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോടികൾ മുടക്കി ഇങ്ങനൊരു ജലസംഭരണി ഇവിടെ നിർമ്മിച്ചത്. 9 ലക്ഷം ലിറ്ററോളം സംഭരണ ശേഷിയുള്ള ജലസംഭരണിയാണിത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകേണ്ട ജലസംഭരണിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ എന്തായാലും നാട്ടുകാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥ പ്രശ്നം ഇവിടെ? ഇത് തുറന്നു നൽകാൻ കഴിയാം? നിങ്ങൾ തന്നെ നേരിട്ട് വന്നപ്പോൾ ബോധ്യമായല്ലോ. 14.5 കോടി രൂപ. ആലപ്പുഴയിൽ സർവത്ര വെള്ളമാണ്, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി ഇല്ല എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം പോലെ ഇന്ന് നമ്മൾക്ക് നിൽക്കുന്ന സമയത്ത് ആലപ്പുഴ നഗരസഭയിലെയും ഇവിടുത്തെ വിവിധ പഞ്ചായത്തുകൾ, 7ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ളമില്ല, ഒരിറ്റ് വെള്ളമില്ല. ഈ വീടുകളിൽ ഏത് വീട്ടിൽ പോയാലും ഒരിറ്റ് വെള്ളമില്ല. ആ സമയത്താണ് 14.5 കോടി രൂപ മുടക്കി 2 വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും ഇതിന്റെ മേളിൽ പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ഞങ്ങളുടെ ചോദ്യം, സാധാരണപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളമില്ല എന്ന പേരിൽ 14.5 കോടി രൂപ മുടക്കി ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഇപ്പോൾ പഞ്ചായത്ത് അംഗം കൂടി ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ പഞ്ചായത്തിന്റെ ഒരു വിശദീകരണം എന്താണ് ഈ വിഷയം? ഇത് പഞ്ചായത്ത് 15 സ്ഥലം പഞ്ചായത്ത് മേടിച്ചു കൊടുത്തു. ഇത് ചെയ്തത് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് പൈസ മുടക്കി ചെയ്തിരിക്കുന്നത്. വെള്ളം ഇതിലേക്ക് നിറയ്ക്കാൻ കഴിയാത്തത്, നിറക്കാൻ കഴിയാത്ത കാര്യം പറയുന്നത് പമ്പിങ് ചെയ്യാൻ പറ്റുന്ന മോട്ടറില്ലാതെ വരുമ്പോൾ അതിൽ ഇതിനകത്തൊരു ഓപ്പറേറ്റർ വേണം. അതൊക്കെ നിയമം നടത്തേണ്ടതാണ്. അത് ആ കാരണത്തിലാണ് പമ്പിങ് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പറയുന്നത് പോലെ ആലപ്പുഴയിൽ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. അതിനൊരു പരിഹാരം എന്നോടമാണ് ഇങ്ങനെ ഒരു ജലസംഭരണി ഇവിടെ നിർമ്മിച്ചത്. പക്ഷേ അതും തുറന്നു നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ ആലപ്പുഴ.